ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള രംഗത്ത്. ലബനീസ് പാർലമെന്റ് അംഗവും ഹിസ്ബുള്ള നേതാവുമായ നൌഹാദ് അൽ മുസാവിയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്ന വളരെ കടുത്തൊരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല, നാളെയോ മറ്റന്നാളോ വീണ്ടും പുനരാരംഭിച്ചേക്കാമെന്നും വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾക്കായിരിക്കും ഇനി വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ ഒരിക്കലെങ്കിലും ഇറാനെതിരെ ആക്രമണത്തിന് മുതിർന്നാൽ ഹിസ്ബുള്ള ശക്തമായി രംഗത്തിറങ്ങുമെന്നും അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും അദ്ദേഹം കർശനമായി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ തുടരുന്ന നിയമലംഘനങ്ങളും സ്ഫോടനങ്ങളും ഒരിക്കലും വെറുതെ വിടില്ല എന്നും അവയ്ക്ക് കൃത്യമായി തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള കരാർ അടുത്ത മാസത്തോടെ അവസാനിക്കുകയാണ് എന്നും ആ കരാർ അവസാനിച്ചാൽ പിന്നെ ഒരു കരാറും ലംഘിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെക്കൻ ലബനന്റെ എല്ലാ ഭാഗങ്ങളിലും തങ്ങളുടെ ആളുകൾ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ശത്രുവായ ഇസ്രയേലിന്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി അവർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയിലൂടെ അടുത്ത കാലത്തും പശ്ചിമേഷ്യ ശാന്തമാകില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലഭിക്കുന്നത്. ഇടയ്ക്ക് എല്ലാം ശാന്തമായി എന്ന് വിശ്വസിച്ചു വരുമ്പോൾ ഇത്തരക്കാർ വീണ്ടും ഹമാസോ ഹിസ്ബുള്ളയോ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഭീഷണികളുമായി വരുന്നത് ഒരിക്കലും മറ്റു രാഷ്ട്രങ്ങൾ വളരെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പോലും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഈ ഒരു ഭീഷണിയൊക്കെ വരുമ്പോൾ അത് ഒരു അശാന്തി ഈ പ്രദേശങ്ങളിൽ പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ വീണ്ടും അശാന്തി വിതയ്ക്കാൻ അത്തരം ഭീഷണികൾ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാമെന്നുള്ള ഹിസ്ബുള്ളയുടെ ഈ ഭീഷണിയെ രാഷ്ട്രങ്ങൾ വളരെയധികം ഗൗരവത്തോടെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് ഇസ്രയേൽ. അവർക്ക് ഒരു നിർദ്ദേശം കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും സുരക്ഷയും ഒരുപോലെ ഇല്ലാതാക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ ഈ പുതിയ വെല്ലുവിളി. വരുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും യുദ്ധം ഉണ്ടാകുമെന്നും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ മുന്നറിയിപ്പുകളിലൂടെ ലഭ്യമാകുന്നത്. അതേസമയം സൗദി അറേബ്യ തങ്ങളുടെ സിവിലിയൻ ആണവ മോഹങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുന്നു. തുർക്കി F-35 യുദ്ധവിമാന പദ്ധതിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സന്തുലിതാവസ്ഥ മാറിയതോടെ പ്രാദേശിക ശക്തികളൊക്കെ തങ്ങളുടെ സൈനിക തന്ത്രങ്ങളും പ്രതിരോധ ശേഷികളും പുനഃപരിശോധിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി തന്ത്രപരമായ ബന്ധം ആഴത്തിലാക്കുന്നതിനൊപ്പം പാകിസ്ഥാനുമായി അടുത്ത പ്രതിരോധ സഹകരണം നിലനിർത്താനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. അതേസമയം 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകളിലേക്കുള്ള പ്രവേശനം വീണ്ടും നേടിയെടുക്കാനാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ നീക്കമെന്നറിയുന്നു. ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും തങ്ങളുടെ ദീർഘകാല ആണവ അവ്യക്തതാ നയത്തിന് കീഴിൽ ഈ മേഖലയിലെ ഏറ്റവും നൂതനമായ സൈനിക ശക്തികളിലൊന്ന് തുടർച്ചയായി ഇസ്രയേൽ നിലനിർത്തുന്നുണ്ട്. ഇറാൻ യുദ്ധവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും പശ്ചിമേഷ്യ പുതിയൊരു രാഷ്ട്രീയ സൈനിക അസ്ഥിരതയിലേക്ക് തള്ളി നീക്കുകയാണ്. വരും കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ തന്നെ സമാധാനത്തെ ഇത് ബാധിച്ചേക്കാം. നിർണായക ആയുധ ശേഖരണങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണിപ്പോൾ വഴി തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.